ഹായ് ഫിഷി ഡോക്ടേഴ്സ്. നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ ഇതാ അതിൻ്റെ ഏറ്റവും സീരിയസ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ അടിപൊളിയായിട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഫറൻസ് മെറ്റീരിയലാണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക്. പലർക്കും ഇപ്പോഴും അറിയില്ല NCERT എങ്ങനെ വായിക്കണം, എങ്ങനെയാണ് നമ്മൾ NCERT ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. ബിക്കോസ് നമ്മുടെ നീറ്റ് സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് NCERT ബേസ്ഡ് ആയിട്ടാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ എന്താണെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മളിത് എത്ര നന്നായി വായിക്കുന്നു, എത്ര നന്നായി നമ്മൾ ഈ ബുക്കിനെ മനസ്സിലാക്കുന്നു, അത്രയും നന്നായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നീറ്റ് 2025 ബയോളജിക്ക് 360 on 360 വാങ്ങിക്കണ്ടേ. അപ്പോൾ നമ്മുടെ NCERT എങ്ങനെ വായിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ സപ്പോസ് നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെന്ന് വിചാരിക്കുക, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. നമുക്കറിയാം ബോട്ടണിയിൽ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണത് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പം ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഫസ്റ്റ് തന്നെ ഹെർബർട്ട് ബോയറിൻ്റെ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചും ഒക്കെ ആളുടെ ഫൈൻഡിങ്സിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല എന്ന് വിചാരിക്കും, പക്ഷേ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു പ്രാവശ്യം കുറച്ച് വർഷം മുമ്പാണ് ഇവിടെ സ്റ്റിക്കി എൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതിനെ ഇഗ്നോർ ചെയ്ത് വിട്ടിരുന്നു. കാരണം ഇത് നമ്മൾക്ക് ചാപ്റ്ററിലേക്ക് നമ്മളെ ഒന്ന് നയിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് പഠിക്കാതെ പോയവർക്ക് ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് മിസ്സായി. അപ്പോൾ ഇതാ ഇവിടെ ഇതെല്ലാം വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. DNA സ്റ്റിക്കി എൻസ് ഫോം ചെയ്യുന്നതിനെ കുറിച്ച്, പിന്നെ കോഹൻ്റെ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പഠിക്കുന്നവർ ഇത് ചെയ്ത് പഠിക്കുന്നുണ്ട്. എന്നാലും നിങ്ങളൊന്ന് ഓർക്കുക, ഇങ്ങനെ ഈ ബോക്സസിലും സ്പെഷ്യൽ കളറിലൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി ഇത് ഇയേഴ്സ്. ഓരോ സയൻറ്റിസ്റ്റും അവർ ഡിസ്കവർ ചെയ്ത ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ബേസിച്ച് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും, ഇങ്ങനെയുള്ള പാരഗ്രാഫ്സിൽ നിന്നും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്കിതാ ജസ്റ്റ് ഇങ്ങനെ PYQs വന്നിട്ടുള്ള ഭാഗമാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് PYQ എന്ന് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ഏതെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, നമ്മുടെ നോട്ട് ചെയ്ത് വെക്കും അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മളവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുമ്പം നമുക്കിവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ നിങ്ങളത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ആ ചാപ്റ്ററിലെ പ്രാക്ടിക്കൽ സിലബസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ PDF വേർഷൻ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ QR കോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ബയോടെക്നോളജിയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് അതിന് ചാപ്റ്ററിനെ എങ്ങനെ തിരിച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ വായിക്കാൻ തുടങ്ങുകയാണ്. ബയോടെക്നോളജി ഡീൽസ് വിത്ത് ടെക്നിക്സ് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസംസ് ഓർ എൻസൈംസ് ഫ്രം ഓർഗാനിസംസ് ടു പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ് യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. ഇതൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടും സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടൊക്കെ ഒരുപാട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മളൊരു ചാപ്റ്റർ വായിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ NCERT വായിച്ച് എല്ലാം മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് കോൺസെപ്റ്റ്സ് ക്ലിയർ ആവില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് വായിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണാം. ഓക്കെ, ഫുൾ ചാപ്റ്റർ 1 ഷോട്ട് വീഡിയോ കാണുക, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഭാഗത്തിൻ്റെ വീഡിയോ കാണുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളിത് വായിക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇത് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മളത് കോൺസെപ്റ്റ് മനസ്സിലാക്കി വായിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസും കാണുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യൂലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ഒരു ഡെഫിനിഷൻ കിടപ്പുണ്ട്. ബയോടെക്നോളജി എന്താണെന്നുള്ള ഡെഫിനിഷൻ അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം അല്ലേ. അങ്ങനെ നമുക്ക് ഡെഫിനിഷൻസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിന്റ്സിനൊക്കെ നമുക്ക് ഒരു സിംഗിൾ കളർ യൂസ് ചെയ്യാം. ഓക്കെ, PYQs വന്നിട്ടുള്ള ഭാഗമാണെങ്കിൽ അത് നമുക്ക് വേറെ കളറിൽ ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ സയൻറ്റിസ്റ്റുകളുടെ പേരുകൾ നമുക്ക് വേറൊരു കളറിൽ യൂസ് ചെയ്യാം. നമ്പേഴ്സ്, അതായത് ഇയേഴ്സ്, എന്തെങ്കിലും ന്യൂമറിക്കൽസ് ഒക്കെ ആണെങ്കിൽ അതിനൊരു കളർ. അങ്ങനെ പല കളേഴ്സ് ഹൈലൈറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഹൈലൈറ്റേഴ്സ് വെച്ച് നമ്മുടെ NCERT നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിതാ ഈ പാരഗ്രാഫ് ഫുള്ള് വായിക്കുന്നു. ഇവിടെ ഈ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി കൊടുത്ത ഡെഫിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. EFBൻ്റെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് വായിച്ചു പോകുമ്പോൾ ഹൈലൈറ്റർ വെച്ചിട്ട് അതും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പോകും. എന്നിട്ട് PYQ നമുക്ക് അവിടെ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. അങ്ങനെ പിന്നെ ഇതൊക്കെ നിങ്ങൾ ചിലരൊക്കെ ഓൾറെഡി ചെയ്യുന്നതായിരിക്കും. അപ്പം എങ്ങനെ വായിക്കണം എന്നറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു വലിയ പാരഗ്രാഫാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ചിലർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഈ വലിയ പാരഗ്രാഫ് വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറക്കം വരാൻ തുടങ്ങും അല്ലെ, നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ യു പ്രോബബ്ലി അപ്രീഷിയേറ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഓവർ asexual reproduction. ദ ഫോമർ പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വേരിയേഷൻസ്. ഇതൊക്കെ PYQ ആണ്. നമ്മൾ വിചാരിക്കും ഇതൊരു ഇൻട്രൊഡക്ടറി സെൻറ്റൻസ് അല്ലേ, അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഇത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് വൈ ഈ സെക്ഷൽ റിപ്രൊഡക്ഷൻ അഡ്വാൻറ്റേജസ് ഓവർ asexual reproduction? Because sexual reproduction provides genetic variations, unique combinations of genetic setup. അപ്പോൾ നമ്മൾ അതവിടെ ഹൈലൈറ്റ് ചെയ്യണം.
അറിയണം അല്ലേ? യെസ്, ഇതൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ മനസ്സിലാവണമെങ്കിൽ എന്തറിയണം? നമുക്ക് ഓൾറെഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ക്ലാസ് കാണണം, ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കണം, എന്നിട്ട് വേണം നമ്മൾ NCERT വായിക്കാൻ. അപ്പോൾ NCERT നമ്മൾ വായിക്കേണ്ടത് ഏത് സമയത്താണ്? നമ്മുടെ സെൽഫ് സ്റ്റഡി ടൈമിൽ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വെൻ യു ആർ ലൈക്ക് സ്റ്റാർട്ടിങ് യുവർ സ്റ്റഡി, നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുകയാണ്, ആദ്യം തന്നെ NCERT എടുത്ത് വെച്ച് ഇവിടെ നിങ്ങൾ പഠിച്ചു തുടങ്ങാമെന്ന് പറഞ്ഞ് വായിക്കാൻ തുടങ്ങും. നിങ്ങൾ എഴുതാൻ പോകുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല മക്കളെ. അപ്പോൾ ഇതിലുള്ള കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ച് ലൈൻ ബൈ ലൈൻ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു, അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഇൻ ഡെപ്ത്. അതിന് നിങ്ങൾ ക്ലാസ് കാണുക, അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഓഫ്ലൈനിൽ പോയി പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ക്ലാസ് കണ്ട് മനസ്സിലാക്കി, കോൺസെപ്റ്റ് മനസ്സിലാക്കി, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് വേണം ഈ ബുക്ക് എടുക്കാൻ. അപ്പം നിങ്ങളുടെ സെൽഫ് സ്റ്റഡി ടൈമിൽ NCERT എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഇത് ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലോ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണല്ലോ, ഓക്കെ മാർക്ക് ചെയ്ത് പോവുക. ഇവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്, ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയേഴ്സ് ആർ യൂസ്ഡ് ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ ബ്രീഡിംഗ് വെരി ഓഫൺ ലീഡ് ടു ഇൻക്ലൂഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ്. ഇതൊക്കെ ഉണ്ടല്ലോ അസേർഷൻ റീസൺ ആയിട്ട് വന്നതാണ് ഈ ഫുൾ സംഭവം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇങ്ങനെ ഹിഡൻ ആയിട്ട് ഇൻ ബിറ്റ്വീൻ ദ ലൈൻ, ഈച്ച് ആൻഡ് എവറി ലൈൻ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ അത്രയധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ചാപ്റ്റർ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചാൽ തന്നെ ഒരു മിനിമം നമുക്കറിയാം, ഈ ചാപ്റ്ററിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് വരെ വന്ന വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 6 ക്വസ്റ്റ്യൻസ്. അപ്പം അത് എത്ര മാർക്കായി? 6 മൾട്ടിപ്ലൈഡ് ബൈ 4, 24 മാർക്സ് ഫ്രം എ സിംഗിൾ ചാപ്റ്റർ. ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കപ്പം ബയോളജിയിൽ സ്കോർ ചെയ്യാൻ ഒട്ടും വിഷമമില്ല. നിങ്ങൾക്കറിയാം നീറ്റിൽ 50% വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റാണ് ബയോളജി. ബയോളജിയിൽ 360 on 360 നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സബ്ജക്ട്സിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഫോർമുലാസ്, ഇക്വേഷൻസ്, കെമിക്കൽ സ്ട്രക്ചേഴ്സ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു വിധത്തിൽ ഇവിടെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതിൽ നിങ്ങൾ നല്ലപോലെ സ്കോർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കേണ്ടെന്നല്ല മാം പറയുന്നത്, പഠിക്കണം, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക. ബട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ചിൽഡ്രൻ. ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്സ് ഇൻ ഡെപ്ത്. NCERT റീഡിങ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അത് ബയോയ്ക്ക് മാത്രമല്ല, ബയോളജിക്ക് മാത്രമല്ല, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഓൾസോ യു ഷുഡ് ലേൺ ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഓക്കെ, അങ്ങനെ നമ്മളിത് ഫുൾ വായിച്ചു വരുന്നു. ഇവിടെ കുറേ കാര്യങ്ങൾ NCERT തന്നെ ഇവരിതാ ഇങ്ങനെ നമ്മളുടെ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. പ്ലാസ്മിഡിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം കുറേ പേർക്കൊക്കെ ഇങ്ങനെ ലോങ് സെൻറ്റൻസസിൽ കാണുമ്പം വലിയ പാരഗ്രാഫ്സ് കാണുമ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ ഫോർ അവർ ക്രിസ്പ് സ്റ്റഡി മെറ്റീരിയൽസ് അല്ലേ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. പാലിൻഡ്രോംസിനെ കുറിച്ച് വരുന്നത്. പിന്നെ ഇതാ ഈ ഡയഗ്രാം, അതായത് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിൻ്റെ ആക്ഷൻ, ഈക്കോ ആർബണിൻ്റെ ആക്ഷൻ്റെ ഡയഗ്രാമാണ്. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഏത് സീക്വൻസ് ആണ് ഇവർ കട്ട് ചെയ്യുന്നത്? GAATTC പാലിൻഡ്രോം സീക്വൻസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഡയഗ്രാം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഓരോ ഡയഗ്രവും നമ്മളൊന്ന് നല്ല പോലെ നോക്കുക. ഓക്കെ, നമ്മളൊരു ഡയഗ്രത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയാമോ? ലേബലിങ്സ്. ഓക്കെ, ലേബലിങ്സ് ആണ് നമ്മൾ ഒരു ഡയഗ്രത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ബിക്കോസ് ആൻഡ് ഓൾസോ ഇഫ് ദർ ആർ മിസ്സിംഗ് പീസസ്. ഓക്കെ, യൂഷ്വലി അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ലേബൽ ചെയ്തിരിക്കുന്നത് ഇതാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ABCD എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ ചില ഡയഗ്രത്തിൻ്റെ ഇൻകംപ്ലീറ്റ് ഡയഗ്രാംസ് വന്നിട്ട് ഈ റീസെൻറ്റ് ഇയേഴ്സിൽ അങ്ങനെ വന്നിട്ടില്ല, പക്ഷേ ഒരുപാട് മുമ്പൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയായിരുന്നു. ഒരു ഡയഗ്രത്തിൻ്റെ പാർഷ്യൽ ഇത് തന്നിട്ട് ബാക്കി എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള അങ്ങനെയുള്ള ഇതൊക്കെ വരികയായിരുന്നു. അപ്പോൾ അങ്ങനെ മിസ്സിംഗ് പീസസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡയഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓരോ ഡയഗ്രവും നോക്കുക. ഇതേപോലെ കണ്ടോ, ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എവറി ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇപ്പം അഗാരോസ് ഇലക്ട്രോഫോറസിസ് ആവട്ടെ, പ്ലാസ്മിഡിൻ്റെ സ്ട്രക്ചർ ആകട്ടെ, അല്ലേ, DNA പ്രസിപ്പിറ്റേഷൻ ആകട്ടെ, എല്ലാം ആൻഡ് PCR എല്ലാത്തിനെയും ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഡയഗ്രാംസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. അഗാരോസെല്ലിലൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് DNA എന്താ പറയുക, എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതിൽ ഏത് എൻഡിലാണ്, ഇപ്പോൾ ആനോഡിൻ്റെ അങ്ങോട്ടേക്കാണോ കാത്തോഡിൻ്റെ അങ്ങോട്ടേക്കാണോ DNA ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആനോഡ് എവിടെയാണ് കാത്തോഡ് എവിടെയാണ് ഈ ഡയഗ്രത്തിൽ നോക്കിയുള്ളത് മനസ്സിലാവണം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അങ്ങനെ നമ്മൾ ഓരോ പേജ് ബൈ പേജ് ആയിട്ട് വായിച്ചു പോകുമ്പോഴും ആദ്യം കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ NCERT വായിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് PYQs മാർക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഡയഗ്രാംസ് മനസ്സിലാക്കാൻ പറ്റും, ആൻഡ് ഹൈലൈറ്റ് ചെയ്ത് പോകാൻ പറ്റും. കാരണം നിങ്ങളിങ്ങനെ പല കളറൊക്കെ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ
നിങ്ങൾ പിന്നീട് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് റെഫർ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം, യെല്ലോയിൽ മാർക്ക് ചെയ്ത ഡെഫിനേഷനാണ്, ഓറഞ്ചിൽ മാർക്ക് ചെയ്തത് PYQs ആണ്, മനസ്സിലായി. അതുപോലെ ബ്ലൂവിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ പേരുകളാണ്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു പേജ് തുറക്കുമ്പോഴേക്കും മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് ഇപ്പം പഠിപ്പിക്കുമ്പം മാം ഒരു കോഡ് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നു, അത് ഓർത്തെടുക്കാൻ അത് നമുക്ക് സ്റ്റിക്കി നോട്ട്സിൽ എഴുതിയതാ. ഈ സൈഡിൽ ഇങ്ങനെ കുറേ സ്പേസ് കാണുന്നില്ലേ, ഈ സ്പേസ് ഒക്കെ എന്തിനാണ് അവർ തന്നിരിക്കുന്നത്? നിങ്ങൾക്ക് അവിടെ പൂവും കായും ഒക്കെ വരച്ച് ഫ്ലെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ടല്ല, മനസ്സിലായോ? അവിടെ നിങ്ങൾ നല്ല നല്ല സ്റ്റിക്കി നോട്ട്സിൽ നിങ്ങൾ നിങ്ങളുടെ ക്രിസ്പ് നോട്ട്സ് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളെ അത് റെഫർ ചെയ്യാൻ, റെഫറൻസിൻ്റെ സമയത്ത് അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഷോർട്ട് കട്ട്സ് എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂമോണിക്സ് എഴുതി വെക്കാം. നിങ്ങൾ ചിലപ്പോൾ പഠിക്കുമ്പം ടീച്ചർ പഠിപ്പിച്ചതല്ലായിരിക്കും, നിങ്ങളുടേതായ രീതിയിൽ പഠിപ്പിച്ച് നിങ്ങളൊന്ന് ആക്റ്റീവ് റീകോൾ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്കായിട്ടൊരു കോഡ് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെയാണ് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ, ഓർമ്മ വെക്കാൻ പറ്റുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ റെഫറൻസ് ഒരുപാട് എളുപ്പമാവും. ബിക്കോസ് മക്കളെ, നിങ്ങൾ പഠിക്കുമ്പോഴൊക്കെ എത്ര നോട്ടുകൾ എഴുതിയാലും എത്ര മെറ്റീരിയൽ റെഫർ ചെയ്താലും യുവർ ഫൈനൽ റെഫറൻസ് മെറ്റീരിയൽ, നിങ്ങൾ നീറ്റ് എക്സാം ഹോളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റെഫറൻസ് മെറ്റീരിയൽ ഷുഡ് ബി യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ബിക്കോസ് അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പം അതിനെ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അത് ഇപ്പോഴേ നല്ല വൃത്തിയായി പ്രിപ്പയർ ചെയ്താൽ നിങ്ങളുടെ ഫൈനൽ റിവിഷൻ വളരെ ഈസി ആയിട്ട് മാറും. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സൈഡിലൊക്കെ നിങ്ങളുടെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഒട്ടിച്ച് വെച്ച്, ഏറ്റവും എല്ലാവരും പറയില്ലേ, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയുടെ ബുക്കായിരിക്കും ഏറ്റവും വൃത്തികെട്ട ബുക്ക് എന്ന്. കാരണം എന്താ, അത്രയധികം റെഫർ ചെയ്ത് മാർക്ക് ചെയ്ത് പിന്നെയും തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടും പഠിച്ച് അങ്ങനെ മൊത്തത്തിലൊരു അഴുക്ക് കോലായിരിക്കും നമ്മളുടെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളുടെ ബുക്ക്, അല്ലേ? അത് മറിച്ച് ഭയങ്കര വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് ഒരു പൊട്ട് പോലും ഇല്ലാണ്ടിരിക്കുന്ന ബുക്ക് ഒട്ടും റെഫർ ചെയ്തിട്ടില്ലാത്തൊരു ബുക്കായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും NCERT ഇങ്ങനെ റെഫറൻസ് ഒക്കെ ചെയ്ത് കുറേ മാർക്കും വരയും ഒക്കെ ആയിട്ട് നല്ല വൃത്തികേടാവട്ടെ എന്ന് മിസ് ആശംസിക്കുന്നു. What I'm meaning to say is, മേക്ക് ഗുഡ് യൂസ് ഓഫ് ദിസ് ടൈം. ഇപ്പം നമുക്ക് സമയമുണ്ട്. അപ്പം നമ്മൾ ഓരോന്ന് പഠിക്കുമ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് നമ്മൾ ആഡ് ചെയ്ത് പോവുക, അല്ലേ? ഓരോ ചാപ്റ്ററിലും PYQs നോട്ട് ചെയ്ത് പോവുക. അങ്ങനെ പിന്നെ നമ്മൾ പുറകിലേക്ക് വരുമ്പോൾ എന്താ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സമ്മറി കൊടുത്തിട്ടുണ്ട്. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നിങ്ങൾക്ക് അറിയാം, പ്രത്യേകം ബോക്സിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്താണെങ്കിലും ചെയ്യണം. സോൾഡ് എക്സാമ്പിൾസ് ചെയ്യണം. എക്സസൈസസിലെ ക്വസ്റ്റ്യൻസ് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താ പറയുക, ഇവിടെ ഈ വലിയ ക്വസ്റ്റ്യൻസ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കണം. മറ്റ് ചാപ്റ്റേഴ്സുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവരിങ്ങനെ കുറേ കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട്. ചില സ്ട്രക്ചേഴ്സ്, അല്ലെ, ചില പ്ലാൻസിൻ്റെ പിക്ചേഴ്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. NCERT എങ്ങനെ വായിക്കണം, എങ്ങനെ പഠിക്കണം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം തോന്നി. ഒരിക്കലും ഞാൻ പറയില്ല NCERT ഫസ്റ്റ് തന്നെ വായിക്കണമെന്ന്. പ്ലീസ് ലേൺ ദ ചാപ്റ്റർ, അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്, ആൻഡ് വെൻ യു ഡു യുവർ സെൽഫ് സ്റ്റഡി, വെൻ യു റിവൈസ് ദ ചാപ്റ്റർ, യു ക്യാൻ റീഡ് NCERT. എന്നിട്ട് നിങ്ങൾക്കത് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് എല്ലാം മാർക്ക് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ആ ബുക്കിനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ബിക്കോസ് NCERT ഈസ് ഗോയിങ് ടു ബി യുവർ ഫൈനൽ റെഫറൻസ് മെറ്റീരിയൽ. ഓക്കെ മൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഹെൽപ്പും സപ്പോർട്ടും വേണമെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. ഐ ട്രൈ ടു ഡു എ വീഡിയോ ഓൺ ദാറ്റ്. ഓൾ ദ വെരി ബെസ്റ്റ്.